നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ മച്ചാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് മച്ചാനെ ഈ ഉച്ച സമയമാണിപ്പോൾ. നല്ലതുപോലെ സൂര്യൻ കത്തി എരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കത്തി എരിഞ്ഞ് തലയ്ക്കും മീതെ നിൽക്കുന്ന സമയമാണ്. അതായത് 12:15 12:30 സമയമായിട്ടുണ്ട്. കറക്റ്റ് സമയമാണ്. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ചെടികൾ ഏതെങ്കിലും വാടിക്കുഴഞ്ഞ് കരിഞ്ഞ് നിൽപ്പുണ്ടോ എന്ന്. കാരണം ഒരു നേരം മാത്രമാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഇതിന് നനവ് കൊടുക്കുന്ന ഒരു നേരമാണ്. വൈകിട്ട് ഒരു 6-7 മണിയായതിന് ശേഷമാണ് ഞാൻ നല്ലതുപോലെ ഈ ഗ്രോ ബാഗെല്ലാം തണുത്ത് മണ്ണും തണുത്തതിന് ശേഷം മാത്രമേ ചെടിക്ക് വെള്ളം കൊടുക്കൂ. അപ്പോൾ ആ ഒരു വെള്ളം കൊടുത്തിട്ട് പോലും, ഒരു നേരം കൊടുത്തിട്ട് പോലും എൻ്റെ ചീരച്ചെടി ഏതെങ്കിലും വാടുന്നുണ്ടോ കരിയുന്നുണ്ടോ? നോക്കിയേ, ചുവട് ഭാഗത്ത് ഞാൻ കരിയില ഒന്നും ഇട്ടിട്ടില്ല, തണലൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് പോലും നല്ല ആരോഗ്യത്തോടെ തന്നെ എൻ്റെ ചീരകൾ നിൽക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഒരു വളക്കൂട്ട് ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ ചെടി ഇതുപോലെ നല്ല പുഷ്ടിക്ക് നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവറൊക്കെ കാണാം. ഇത് കണ്ടോ, കോളിഫ്ലവറാണ്. ഇതിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഒരു ചെറിയ വാട്ടം പോലും അതിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങളെ കാണിച്ചു തരാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വളക്കൂട്ട് നിങ്ങളും ഉണ്ടാക്കി നിങ്ങളെ ചെടിക്ക് കൊടുക്കുമെന്നുണ്ടെങ്കിൽ മച്ചാന്മാർക്ക് വെള്ളം നമ്മൾ ഒരു നേരം ഒഴിച്ചാൽ മതി. പച്ചക്കറി ചെടിക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ ഇതുപോലെ നല്ല ആരോഗ്യത്തോടെ തന്നെ നിൽക്കും. അതുപോലെ തന്നെ ഇത് ഒരു ജൈവ കീടനാശിനിയായി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ആ വളക്കൂട്ട്. കണ്ടോ, ഇതാണ് സാധനം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒരു കമ്പിട്ട് ഇളക്കിയ ശേഷം ഇതിനെ നമ്മൾ 1 ലിറ്റർ എടുത്ത ശേഷം അതിലേക്ക് 10 ലിറ്റർ വെള്ളം ഒഴിച്ച് വേണം ചെടിയൊക്കെ കൊടുക്കുക. ഇതൊരു 3 ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മളെ ചെടിക്ക് കൊടുക്കാം. അതുപോലെ ഈ വളക്കൂട്ട് കൊടുക്കുന്നത് വൈകുന്നേര സമയങ്ങളിലായിരിക്കണം കൊടുക്കേണ്ടത്. നല്ലതുപോലെ മണ്ണ് തണുത്ത് അതിന് ശേഷം മാത്രം ചെടിയുടെ ചുവട്ടിലേക്ക് 10 ലിറ്റർ വെള്ളം മിക്സ് ചെയ്ത് 1 ലിറ്ററിന് 10 ലിറ്റർ എന്ന കണക്കിൽ നമുക്ക് ചെടിക്ക് കൊടുക്കാം. നമുക്ക് നമ്മുടെ ടെറസിലെ കൃഷി കാണാം. ടെറസിലെ ചെടികൾ വേണ്ട. ഇത് നോക്കിയേ, ഒരു കുഴപ്പമില്ലാതെ നല്ല പുഷ്ടിയോടെ തന്നെ നിൽക്കുന്നുണ്ട്. യാതൊരുവിധ വാട്ടങ്ങളോ ഒന്നുമില്ലാതെ നല്ലതുപോലെ ചൂടടിക്കുകയാണ്. ഇവിടെ ഏതാണ്ട് ഒരു 32 ഡിഗ്രിക്ക് മുകളിൽ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. പോലും നമ്മൾ ആ വഴുതണയോ പച്ചമുളകോ ഒന്നിനും ഒരു കുഴപ്പം വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനും ഞാൻ വൈകുന്നേര സമയങ്ങളിലാണ് വെള്ളം ഒഴിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കുകയില്ല. പിന്നെ ഇനി വൈകിട്ട് സമയത്താണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഒരു ദിവസം ഒരു നേരം മാത്രമേ വെള്ളം ഒഴിക്കൂ. എന്നിട്ട് പോലും നല്ല ആരോഗ്യത്തോടെ തന്നെ നല്ല കായ്ഫലത്തോടു കൂടി തന്നെയാണ് നമ്മളെ മുളക് നിൽക്കുന്നത്. കുഞ്ഞിലെ മുളക് കായ്ക്കുകയും ചെയ്യും. ഈ ഒരു വളക്കൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ശിഖരങ്ങൾ, ധാരാളം ശിഖരങ്ങൾ പൊട്ടും. ശിഖരങ്ങൾ പൊട്ടി ചുവട് ഭാഗത്ത് തന്നെ കായ്ക്കും. നമ്മളെ വഴുതണ കണ്ടോ, വഴുതണയും പൂവൊക്കെ വന്ന് കായായി നിൽക്കുന്നതാണ്. വലിയ കത്തിരിയാണ്. കത്തിരിയും ചെറുതായിരിക്കവേ തന്നെ ഇതുപോലെ പൂക്കൾ വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നീലക്കാന്താരി മുളകാണ്. ഇതൊരു കുഞ്ഞു ചെടിയാണ്. കണ്ടോ, ഗ്രോ ബാഗിൽ ഇരിക്കുന്നുണ്ടോ, കുഞ്ഞു ചെടിയാണ്. എന്നിട്ട് പോലും ഇതിൽ ശിഖരങ്ങൾ വന്ന് പുതിയ പൂവുകളിട്ട് ധാരാളം പൂക്കൾ വരെയും അതുപോലെ തന്നെ കായുമുണ്ട്. നല്ല വലിപ്പമുള്ള കായകളും കിട്ടും. വളക്കൂട്ട് നമ്മളെ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല പുഷ്ടിയോടെ ആരോഗ്യത്തോടെ വളരുമെന്നതിന് സാക്ഷി ഈ ഒരു തോട്ടം തന്നെയാണ്. അപ്പോൾ മച്ചാന്മാരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ജൈവവളക്കൂട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് കോരിക്കൊണ്ടു പോകാൻ പറ്റുന്നതാണ് കന്നുകാലിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഗോമൂത്രം, അതുപോലെ തന്നെ പച്ച ചാണകം. ഇതിനൊന്നും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മുരിങ്ങയില,
ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇനി ഗോമൂത്രം കിട്ടാത്തവർക്ക് നമ്മൾ ഓരോ ജില്ലകളിലും വിത്തുൽപാദന കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ ഗോമൂത്രം ധാരാളമായിട്ട് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൃഷിഭവൻ്റെ സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്നും ഈക്കോ ഷോപ്പുകളിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള ബയോ ഫാമുകൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഗോമൂത്രം സംഘടിപ്പിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കന്നുകാലി വളർത്തുന്നവരിൽ നിന്നും ഇത് അവർ വെറുതെ വേസ്റ്റാക്കി കളയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ ഗോമൂത്രം സംഘടിപ്പിക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കറുത്ത വെല്ലം, അതായത് ശർക്കര. കടകളിലൊക്കെ കിട്ടും. ഇതാണ് സാധനം. കാരണം വെള്ള ശർക്കര വാങ്ങരുത്. അതിൽ ഉപ്പിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് ഈ വളക്കൂട്ടിലുള്ള ജീവാണുക്കളുടെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കില്ല. അടുത്തായിട്ട് നമുക്ക് പച്ച ചാണകം, ഇത് കുറച്ച് മുരിങ്ങയില. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. മുരിങ്ങയില ധാരാളമായിട്ട് ചേർക്കാവുന്നതാണ്. നേരത്തെ കണ്ടതിൽ മുരിങ്ങയില അഴുകി ചേർന്ന് പച്ച കളറായി നിന്നത് ഈ രീതിയിൽ ഞാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ മച്ചാനെ, നമുക്ക് ഈ ഗോമൂത്രത്തെ നമുക്കൊരു നല്ല പാത്രമോ, ഇനി നിങ്ങൾക്ക് ധാരാളമായിട്ട് കിട്ടുമെങ്കിൽ അത് നമുക്കൊരു 10 ലിറ്ററിൻ്റെയോ 15 ലിറ്ററിൻ്റെയോ ഒരു ബക്കറ്റ് എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ എനിക്ക് ധാരാളമായിട്ട് ഇവിടെ ഗോമൂത്രം കിട്ടും. ഞാൻ ഇതുപോലെ കന്നാസുകളിലാണ് എടുത്തുകൊണ്ട് വരുന്നത്. എന്നിട്ടാണ് ഇതുപോലുള്ള വളക്കൂട്ട്, അതായത് ഹരിത കഷായം ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമ്മൾ 3 ലിറ്റർ ഗോമൂത്രം ഇതുപോലൊരു പാത്രത്തിലെടുക്കുക. ഇപ്പം ഞാൻ കാണിച്ചിരുന്ന സാമ്പിൾ മാത്രമാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച ചാണകം നല്ലതുപോലെ, ആദ്യം നമുക്കൊരു കപ്പിലോ മറ്റോ എടുത്തൊരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 150 ഗ്രാം നമുക്ക് പച്ച ചാണകം ഒന്ന് നല്ലതുപോലെ കലക്കിയെടുക്കാം. ഞാനിവിടെ പച്ച ചാണകം ഗോമൂത്രത്തിൽ തന്നെ കലക്കിയാണ്. കണ്ടോ? കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ഗോമൂത്രത്തിൻ്റെ സ്മെല്ലൊന്നും പിടിക്കാത്തവർക്ക് കുറച്ച് പച്ചവെള്ളം എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ പച്ച ചാണകം നല്ലതുപോലെ കലക്കിയെടുക്കാം. ഇത്ര പച്ച ചാണകം നല്ലതുപോലെ കലക്കുക. ഇനി നല്ലതുപോലെ കലക്കി കൊടുക്കണം. ഇതുപോലെ കലക്കിയ പച്ച ചാണകത്തെ നമ്മളെ ഗോമൂത്രത്തിലേക്ക്, നമ്മൾ കുപ്പിയിലൊഴിച്ച് വെച്ചിരിക്കുന്ന ഗോമൂത്രത്തിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ഞാൻ സാമ്പിളായിട്ടൊരു 3 ലിറ്റർ ഉണ്ടാക്കുന്ന വിധമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് നമുക്ക് 10 ലിറ്റർ ഉണ്ടാക്കാനായിട്ട് 1 കിലോ എങ്കിലും പച്ച ചാണകം എടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 കിലോയോ 1 കിലോയോ നമുക്ക് ഈ കറുത്ത വെല്ലം, അതായത് കറുത്ത ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സംഘടിപ്പിക്കാവുന്ന എത്രത്തോളം സംഘടിപ്പിക്കാമോ അത്രത്തോളം ഈ മുരിങ്ങയില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില നമ്മളൊരു വലിയ ബക്കറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കത് ഇതുപോലെ അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി, അവിടെ ഇരുന്ന് അഴുകും. ഇതുപോലത്തുള്ള ചെറിയ ഇതിലൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇലകൾ നമ്മൾ ഊരി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കറുത്ത വെല്ലം ചേർത്ത് കൊടുക്കാം, അതായത് നമ്മളെ ശർക്കര. ഇനി ഇളക്കൊന്നും വേണ്ട, അത് തനിയെ അലിഞ്ഞ് ഇത് ഗോമൂത്രവുമായിട്ട് ചേരും. ഇനി അടുത്തായിട്ട് നമ്മൾ ഇത് കണ്ടോ, ഈ മുരിങ്ങയിലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മളെ കുപ്പിയിലെ ഈ ഒരു ലായനിയിലേക്ക് ഇതിനെ മുക്കി അങ്ങ് വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് ഒരു അടപ്പ് വെച്ച് നല്ലപോലെ അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. ഇതുപോലെ നമ്മളെ ഗോമൂത്രത്തിലേക്ക് നമ്മളെ മുരിങ്ങയില ഇലകൾ മൊത്തം മുങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് അഴുകി നമ്മളെ ഗോമൂത്രവുമായിട്ട് നല്ലതുപോലെ ചേർന്നിട്ടുണ്ടാകും. ഇതിനെ നമുക്ക് 10 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ലിറ്റർ എടുത്ത് മിക്സ് ചെയ്ത് ചെടിക്ക് കൊടുക്കാം. 3 ദിവസങ്ങളിലോ ഒന്നിടവിട്ട ദിവസങ്ങളിലോ, അതായത് 2 ദിവസം കൂടുമ്പോഴും നമുക്ക് കൊടുക്കാം, 3 ദിവസം കൂടുമ്പോഴും കൊടുക്കാം. അത് ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ 1 ദിവസം കൊടുക്കാം. ഇതുപോലെ 1 ലിറ്ററിന് 10 ലിറ്ററായിട്ട്
നേർപ്പിച്ചേ പറ്റൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട, നിങ്ങളിനി എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും മച്ചാനെ, നമുക്ക് ഗോമൂത്രം കിട്ടാത്തവർക്ക് നമുക്ക് നമ്മുടെ സ്വന്തം യൂറിൻ പോലും ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അതും ഇതുപോലെ തന്നെ നമുക്ക് 1 ലിറ്റർ എടുത്ത ശേഷം 10 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ നമ്മൾ ഗോമൂത്രം നമ്മളെ സ്വന്തം യൂറിനാണ് എടുക്കുന്നതെങ്കിൽ രാവിലെയുള്ള യൂറിൻ നമ്മൾ ശേഖരിച്ച് ഒരു പാത്രത്തിൽ വെച്ചിരുന്ന ശേഷം ആ യൂറിനെ ഇതുപോലെ നമുക്ക് മുരിങ്ങയിലയും അതുപോലെ തന്നെ പച്ച ചാണകവും ഒക്കെ മിക്സ് ചെയ്ത് നമുക്കിതുപോലെ തന്നെ ഒരു ഹരിത കഷായം എന്ന ഒരു നല്ല ജൈവവളക്കൂട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കി നമ്മളെ ചെടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.